കരൂർ ദുരന്തത്തിൽ ഒരു TVK പ്രാദേശിക നേതാവ് അറസ്റ്റിലായിരിക്കുന്നു. കരൂർ സ്വദേശി പൗൺ രാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. പരിപാടിക്ക് അനുമതി നേടി നൽകിയ അപേക്ഷയിൽ ഒപ്പിട്ടയാളാണ് പൗൺ രാജ്. അഷ്കർ അലി കരിമ്പയുണ്ട്. അഷ്കർ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. വിജയിലേക്ക് എന്തായാലും അറസ്റ്റ് പോകില്ല, പ്രാദേശിക നേതാക്കളിലേക്ക് അറസ്റ്റ് മാറുകയാണ്. അതിൽ രേഖാമൂലം അപേക്ഷ നൽകിയവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. മെതിയഴകനെ അറസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇതാ മറ്റൊരു നേതാവിനെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പാർട്ടി ചുമതലയുള്ള ആളാണോ ഇയാൾ? സംഘാടകരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കമെന്ന് പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ FIR ഇട്ട 3 പേരിൽ അല്ലാതെ 4ാമത്തെ ഒരാളെ ഇപ്പോൾ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പൗൺരാജ് TVKയുടെ ഒരു പ്രാദേശിക പ്രവർത്തനം എന്നതിൽ പ്രാദേശിക നേതാവ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് വലിയ സംഘടനാ പദവികൾ വഹിക്കുന്ന ആളല്ല. എന്നാൽ ഈ പരിപാടിക്ക് കരൂരിൽ നടന്ന പരിപാടിയുടെ മുഖ്യ സംഘാടകർ ആയി ഉണ്ടായിരുന്ന ആൾ പൗൺരാജാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് പൗൺരാജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നൽകിയ ആ അപേക്ഷയിൽ ഒപ്പിട്ട ആൾ കൂടിയാണ് പൗൺരാജ് എന്ന് പോലീസ് പറയുന്നു. അതിനുകൂടി അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് സംഘാടനത്തിന് വീഴ്ചയും പോലീസിന്റെ നിബന്ധനകൾ മറികടന്നുള്ള സംഘാടനവുമാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നാണ് പോലീസ് FIR-ൽ പറയുന്നത്. അതുകൊണ്ടാണ് അത് അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു അറസ്റ്റ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ മതിയഴകനെയും അതുപോലെ തന്നെ പൗൺരാജിനെയും രണ്ടുപേരെയും ഈ കാണുന്ന ടൗൺ സ്റ്റേഷനിൽ കരൂർ ടൗൺ സ്റ്റേഷനിലാണ് അറസ്റ്റ് ചെയ്ത് നിലവിലുള്ളത്. രണ്ടുപേരും ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവിടെ കരൂർ SP യും അതുപോലെ തന്നെ കേസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ പ്രത്യേക ചുമതലയുള്ള അഡീഷണൽ SP ആയിട്ടുള്ള പ്രേമാനന്ദ രണ്ടുപേരും ഇവരുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ DSP ശെൽവരാജ് അടക്കമുള്ളവർ സ്റ്റേഷനിലേക്ക് അല്പസമയം മുമ്പ് എത്തുകയും ചെയ്തിരുന്നു. ചില സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചരണം നടത്തിയ ആളുകളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. 3 പേരെ അത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നലെ തന്നെ MK സ്റ്റാലിൻ പ്രത്യേകിച്ച് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് ഏറ്റവും ഊന്നി പറഞ്ഞ കാര്യമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തരുതെന്ന് പറഞ്ഞിരുന്നു. അതിൽ 25 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 2 TVK പ്രവർത്തകരെയും ഒരു BJP നേതാവിനെയുമാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, താങ്ക് യു. അഷ്കറാണ് വിവരങ്ങൾ നൽകിയത്. കരൂരിൽ നിന്നാണ് വിവരങ്ങൾ കേട്ടത്.